അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു ജോബ് സ്കാമിനെ പറ്റി ഞാൻ 2 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് അവരെങ്ങനെയാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ വലയിൽ പോയി പെടുന്നത്. വളരെ സിമ്പിളാണ്. ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വരുന്ന ആഡുകൾ കണ്ടിട്ടാണ് മിക്ക ആൾക്കാരും പോയി പെടുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൺ എമൗണ്ട് കൊടുത്ത് ഒരു ആഡ് റൺ ചെയ്യുക, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിലേക്ക് ആ ആഡ് പൊക്കോളും. ഇവരൊന്നും ചെയ്യണം, ജസ്റ്റ് കാശ് കൊടുത്ത് ആ ആഡ് അങ്ങ് ഇട്ടാൽ മതി. ഇൻസ്റ്റാഗ്രാമുകാർ തന്നെ കുറെ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നു. നമ്മൾ അവിടെ ഇത് കാണുന്നു, ഈ ആഡ് കാണുമ്പോൾ നമ്മൾ അട്രാക്റ്റീവ് ആകുന്നു. നമ്മൾ ഇതെന്താണ് പരിപാടി എന്നൊന്നും അറിയാൻ നമ്മൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവരുടെ വാട്സപ്പിലേക്ക് ത്രൂ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടെ ചെന്നാൽ മതി. അവിടെ നമ്മളെ കിട്ടിക്കഴിഞ്ഞ പിന്നെ അവര് സംസാരിച്ച് നമ്മളെ ഭയങ്കര രീതിയിൽ കൺവിൻസ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയും പൈസ അടിച്ച് എടുക്കാൻ നോക്കും. അത് 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഗൂഗിൾ ആഡ്സ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയോ ഉള്ള ആഡുകൾ കണ്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോബ് അന്വേഷിക്കാൻ പോവാതിരിക്കുക. ഈ ഏജൻസീസ് ഒക്കെ 90% ഉടായ്പോളായിരിക്കും. അതിൽ എവിടെയെങ്കിലുമൊക്കെ 1-2 ഒക്കെ കാണും. നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ആഡുകൾ കണ്ടിട്ട് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ വേറൊരു തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാവുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടുകാരനോ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഇതുപോലുള്ള ഒരു സാധനത്തിൽ അവൻ അപ്ലൈ ചെയ്തിട്ട് നിൽക്കുമായിരിക്കും, അല്ലാതെ അവൻ പോയി കാണൂല, അപ്ലൈ ചെയ്തിരിക്കുമായിരിക്കും. അപ്പത്തേനും അവൻ വിചാരിക്കുന്നത് എന്താണ്, എന്നാ ബാക്കിയുള്ളവരോട് രക്ഷപ്പെടുത്തിയേക്കാം എന്ന് വിചാരിച്ച് നമ്മളോട് ഷെയർ ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്നാ ഒരുമിച്ച് പോവാമല്ലോ എന്നുള്ള പരിപാടിക്ക് നമ്മളും ആ വഴിക്ക് അങ്ങ് പോകും. അപ്പൊ അങ്ങനെയും പോവാതിരിക്കുക. ഈ 2 തരത്തിലാണ് മെയിൻ ആയിട്ട് അവര് നമുക്കുള്ള വല വിരിക്കുന്നത്. അപ്പൊ ഈ ആർട്സ് എന്നുള്ളൊരു വലിയൊരു കള്ളത്തരമാണ്. അപ്പൊ അതിലേക്ക് അട്രാക്റ്റ് ആയി പോയി നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.